സത്യം സത്യമാ. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ദിവസം, ആ സമയം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അതെൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ്, ഒരു ജീവിതത്തിൻ്റെ മുൻപ് ശേഷം എന്നുള്ള വേർതിരിവ് ജീവിതത്തിൽ നൽകിയ ഒരു സംഭവമാണ്, ഒരു ദിവസമാണ് അത് എന്നിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും പല ദിവസങ്ങളും സംഭവങ്ങളൊക്കെ നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടായേക്കാം. ക്രൂശിലെ അനുദപിച്ച കള്ളനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമീപെ ഏതാനും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ട ഈ അനുദപിച്ച കള്ളൻ, പക്ഷേ തൻ്റെ ജീവിതത്തിൽ നമ്മൾ പിന്നീട് കാണുന്നത് അനുദപിക്കാത്ത, ദൈവത്തെ ദ്വേഷിച്ച, യേശുവിനെ ദ്വേഷിച്ച മറ്റേ കള്ളനെ പോലെ അല്ല ക്രൂശിലെ അനുദപിച്ച കള്ളനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് സംഭവിക്കുന്നത്. അടുത്തത് എന്താണെന്ന് എനിക്കറിയാം, മരിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ കള്ളൻ്റെ ഒരു നിർണായകമായ തീരുമാനം തൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഇനി ഒരു സാവകാശം കൂടി ദൈവം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിനി ഒരു അവസരമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സമയത്തും നിങ്ങൾക്ക് ഒന്ന് മടങ്ങി വരുവാൻ, ഒന്ന് തിരിച്ചു വരുവാൻ കരുണാപൂർവം ദൈവം ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരും എന്നുള്ളത് ഈ കള്ളൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു നിർണായകമായ ഒരു മടങ്ങി വരവ് നമുക്കെങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചാൽ, ഈ അനുദപിച്ച കള്ളൻ്റെ പ്രതികരണത്തിൽ നിന്ന്, തൻ്റെ വാചകങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഈ കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ, ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായും എൻ്റെ കേൾവിക്കാർക്ക് ദൈവം ഒരു സാവകാശം കൂടി എനിക്കിപ്പോൾ നൽകുകയാണല്ലോ എന്നുള്ള ചിന്ത നിശ്ചയമായിട്ടും ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ അനുദപിച്ച കള്ളനെ മറ്റേ കള്ളനിൽ നിന്നും വളരെ വ്യത്യസ്തനാക്കി തീർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ അനുദപിച്ച കള്ളന് മനസ്സിലായി എന്നുള്ളതാണ്. സമാന ശിക്ഷാവധിയിൽ കിടക്കുന്ന ആളല്ലേ എന്ന് യേശുവിനെ ദ്വേഷിച്ച, നീ ദൈവത്തിനെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് യേശുവിനെ ദ്വേഷിച്ച് പറഞ്ഞ ഒരു കള്ളൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ അവനെ ശാസിച്ചുകൊണ്ട് നാമോ ന്യായമാത് അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അവനെ അമർച്ച ചെയ്ത് അവനെ ശാസിച്ച് യേശു ആരാണ് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യത്തിലേക്ക് ഈ അനുദപിച്ച കള്ളന് വരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കള്ളൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു നിർണായകമായ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ആവശ്യമാണ്. ചിലർക്ക് യേശു എന്ന് പറയുന്നത് ചുവരിൻ്റെ മുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമായിരിക്കാം, ഫ്രെയിം ചെയ്ത് മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചിത്രമായിരിക്കാം. ചിലർക്ക് യേശുവിനെ കാണണമെങ്കിൽ പള്ളിയുടെ അൾത്താരയിൽ അങ്ങനെ മനോഹരമായിട്ടൊരു ബിംബങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു രൂപം കാണണം. അതാണ് അവരുടെ യേശു എന്ന് പറയുന്നത്. ചിലരങ്ങനെയല്ല, അനുഗ്രഹത്തിനായിട്ടും ജോലി കിട്ടാനും വിവാഹം നടക്കുവാനും വസ്തു വാങ്ങാനും അങ്ങനെ ഭൗതികമായ നന്മകൾ മനുഷ്യർക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ദൈവം എന്നുള്ള നിലയിലാണ്. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തു എന്ന നിലയിൽ പ്രസംഗിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. എന്നാൽ യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, യേശു രോഗസൗഖ്യം നൽകുന്നവനാണ്, യേശു അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ഭൗതികമായതും അല്ലാത്തതുമായ എല്ലാ നന്മകളും നമുക്ക് നൽകുന്നവനാണ്. എന്നാൽ യേശുവിനെക്കുറിച്ച് അത് മാത്രം പോരാ നമ്മുടെ അറിവ്. യേശു ആരാണെന്ന് ഈ അനുദപിച്ച കള്ളൻ മനസ്സിലാക്കിയ വിധങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് നമുക്ക് തോന്നിയാലും ഒരവസരം കൂടി ദൈവം നമുക്ക് നൽകും. ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഈ തീരുമാനങ്ങൾ, ഈ ബോധ്യങ്ങൾ തീർച്ചയായിട്ടും മാറും എന്നുള്ളതിന് സംശയമില്ല. ഈ അനുദപിച്ച കള്ളൻ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിൽ പാപമില്ല എന്നുള്ളതാണ്. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, നാമോ ന്യായമായത് ചെയ്തിട്ടാണ് ഈ ശിക്ഷയിൽ അകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ യേശു അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എത്ര സത്യസന്ധമായി തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന യേശുവിനെ കുറിച്ച് പറയാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്, ഇവൻ പാപമില്ലാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ രണ്ട് കള്ളന്മാരോട് കൂടെ ക്രൂശിൽ അങ്ങനെ തറയ്ക്കപ്പെട്ട് കിടക്കുന്നത് യേശു എന്തോ വലിയ പാപം ചെയ്തതുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. യേശുവിൽ പാപമില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്,
പാപമെന്നറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞാൽ, പാപമില്ലാത്ത കർത്താവ് ഒരു വലിയ പാപിയെ പോലെ ക്രൂശിൽ കിടക്കുന്നത് താനെന്തോ പാപം ചെയ്തതുകൊണ്ടല്ല, മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മെ നീതിമാന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഒരു പാപിയെ പോലെ നിന്ദ്യമായ ശാപകരമായിരിക്കുന്ന ക്രൂശിൽ യാഗമായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കള്ളൻ പറഞ്ഞ അതേ പ്രസ്താവന നമുക്ക് പറയാനായിട്ട് കഴിയണം. കർത്താവിൽ കുറ്റമില്ല. നമുക്കറിയാം, പല കോടതികളിൽ കർത്താവിനെ വിസ്തരിച്ചു, അവിടെ ഒന്നും കർത്താവിൽ ഒരു കുറ്റവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഗവർണറുടെ ഭാര്യ, പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞത്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുതെന്ന് പറഞ്ഞു. തന്നെ ഉറ്റിക്കൊടുത്ത ശിഷ്യനായിരിക്കുന്ന യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. തൻ്റെ ക്രൂശീകരണ സമയങ്ങളിലെല്ലാം തൻ്റെ കൂടെ നിന്ന ആ ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിനെ വിസ്തരിച്ച ആളുകൾ, കർത്താവിനോട് ഏറ്റവും അടുത്ത് നിന്ന ആളുകൾ, ഭരണാധികാരികൾ എല്ലാവരും, കോടതികളെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, ഇവനിൽ കുറ്റമില്ല. എന്നാൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ കർത്താവ് ക്രൂശനായി തീർന്നു. അതുകൊണ്ട് ഈ കള്ളൻ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ കർത്താവിൽ കുറ്റമില്ല എന്ന് പറയുമ്പോൾ തന്നെ താൻ സമ്മതിച്ച ഒരു കാര്യമുണ്ട്, ഞാനൊരു കുറ്റവാളിയാണ്. അതും ഒരു തിരിച്ചറിവാണ്. കർത്താവിൽ കുറ്റമില്ല, യേശുവിൽ കുറ്റമില്ല, അവൻ നിഷ്പാപനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എത്രയോ വലിയ പാപിയാണ്, ഞാൻ എത്രയോ വലിയൊരു കുറ്റവാളിയാണ് എന്നുള്ള ചിന്തയും എന്നുള്ള ആ ബോധ്യവും തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഉണ്ടാകേണ്ട ഒരു വലിയ ബോധ്യമാണ്, വലിയൊരു സമ്മതമാണത്. നമ്മൾ സമ്മതിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, കർത്താവിൽ കുറ്റമില്ല, ഞാൻ വലിയൊരു പാപിയാണ്. പ്രിയപ്പെട്ടവരെ, പാപി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയും ദൈവം ചെയ്യരുതെന്നുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു നിലയ്ക്കാണല്ലോ പാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപി എന്ന് പറയുന്നത്. ആ നില നോക്കി കഴിഞ്ഞാൽ പാപമില്ലാത്തവരായിട്ട് ആരും ഈ ലോകത്തിലില്ല. ബൈബിളൊരു വാക്യം ഇങ്ങനെയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഭൂമിയുടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ അളവ് നോക്കിയാൽ വ്യത്യാസമുണ്ട്, ഉപയോഗിക്കുന്ന കാറുകളുടെ നിറത്തിലും തരത്തിലും അതിൻ്റെ സൗകര്യങ്ങളിലെല്ലാം വിലയിലെല്ലാം വ്യത്യാസമുണ്ട്, നമ്മുടെ എല്ലാം ത്വക്കിൻ്റെ നിറത്തിന് വ്യത്യാസമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വ്യത്യാസമുണ്ട്. എന്നാൽ ഒറ്റ കാര്യത്തിൽ ആരും തമ്മിൽ വ്യത്യാസമില്ല. ആ കാര്യം വിശുദ്ധ ബൈബിൾ പറയുക, ഒരു മനുഷ്യൻ പാപിയാണ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ മനുഷ്യർ പാപിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരെ, എല്ലാവരും പാപികളായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലർക്കും അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു കുറ്റം സമ്മതിക്കുക, അല്ലെ നമ്മുടെ ഒരു പോരായ്മ സമ്മതിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ എന്ന് മുദ്രകുത്തി അല്പസമയത്തിനുള്ളിൽ മരിച്ചു പോകേണ്ട ഈ മനുഷ്യന് സ്വർഗത്തിന് അവകാശിയായി തീരുവാൻ, നമ്മൾ ആ വാക്യം വായിക്കും, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലെ ആ വാക്യമാണ്. കള്ളൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉടനെ തന്നെ ആ കള്ളനോട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസിലിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതകാലം മുഴുവൻ എങ്ങനെ ജീവിച്ച മനുഷ്യനാണെന്ന് നമുക്കറിയില്ല, തൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ക്രൂശ് മരണം പോലെ മായ ശാപകരമായിരിക്കുന്ന ഒരു വലിയ കുറ്റം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അനേക കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ക്രിമിനലാണ് ഈ ക്രൂശിൽ കിടക്കുന്നത്. ആ മനുഷ്യൻ ചില തിരിച്ചറിവുകൾ, ചില ബോധ്യങ്ങൾ തൻ്റെ ഹൃദയത്തിലുണ്ടായിട്ട് ദൈവത്തോട് സമ്മതിച്ചപ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, കർത്താവ് അവനോട് പറയുന്ന പ്രസ്താവന എന്താണെന്ന് അറിയാമോ? നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില യാഥാർത്ഥ്യങ്ങൾ, ചില തിരിച്ചറിവുകൾ നമ്മളെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തിരിച്ചറിവുകളാണ്. എന്തൊക്കെ തിരിച്ചറിവുകളാണ് ഉണ്ടായത്? ഒന്ന്, നമ്മൾ കണ്ടു, പാപമില്ലാത്ത ഒരാളാണ്, നിഷ്പാപനായ ഒരാളാണ്. പിന്നീട് ഈ അനുതപിച്ച കള്ളം പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. രണ്ട് കള്ളന്മാരുടെ അവസ്ഥ നമുക്കറിയാം. അവർ കുറ്റവാളികളാണ്. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം അങ്ങനെ അവർ മരണം അങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് അവർ ഒരുങ്ങുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ രാജ്യത്വം പ്രാപിച്ച് വീണ്ടും വരും, രാജാവായിട്ട് വീണ്ടും വരാനായിട്ട് പോകുന്ന ഒരാളാണ്, അഥവാ രാജാവാണ് അവരുടെ കൂടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ കള്ളന് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ട് അങ്ങനെ എവിടെയെങ്കിലും ഒരു കല്ലറയിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിട്ടല്ലല്ലോ നമ്മൾ വചനത്തിൽ കാണുന്നത്. മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നവനാണ്. അഥവാ കർത്താവായ യേശുക്രിസ്തു
ജീവിക്കുന്ന രാജാവായിട്ട്, ഇനി വീണ്ടും വരാനായിട്ട് പോകുന്ന, അധികാരിയായിട്ട് വരാനായിട്ട് പോകുന്ന ഒരു രാജാവാണെന്നുള്ള യാഥാർത്ഥ്യം ഈ കള്ളന് മനസ്സിലായി എന്നുള്ളതാണ്. മനുഷ്യരുടെ പ്രതീക്ഷകളെല്ലാം മരണത്തോടുകൂടെ തീരുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതര മഹാന്മാരിൽ നിന്നും മഹത്തുക്കളിൽ നിന്നും ദൈവമെന്ന് അവകാശപ്പെട്ടു വന്ന അനേക ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഉയർപ്പ് എന്നുള്ളത് ആർക്കും നിഷേധിക്കുവാനായിട്ട് കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് അനേകർ ഗവേഷണം നടത്തിയിട്ടുണ്ട്, അനേകർ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത്, ആ പ്രബന്ധങ്ങളുടെയും ഗവേഷണങ്ങളുടെയും എല്ലാം അവസാന റിസൾട്ട് എന്ന് പറയുന്നത് അവർ ക്രിസ്തു വിശ്വാസികളായിട്ട് തീർന്നു എന്നുള്ളതാണ് രസകരമായ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം അത് സത്യമാണെങ്കിൽ, മരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കല്ലറയിൽ വെച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ദൈവനിഷേധിക്ക് പോലും, അല്ലെങ്കിൽ നിരീശ്വരന്മാർക്ക് പോലും നിഷേധിക്കുവാനായിട്ട് കഴിയാത്തതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കള്ളൻ്റെ തിരിച്ചറിവുകൾ എത്ര ശ്രേഷ്ഠമാണ്. കള്ളൻ വിശ്വസിച്ചു എന്താണ്? കർത്താവ് രാജാവായിട്ട് വീണ്ടും വരൂ എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ പ്രസ്താവന ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നുള്ളത്. ഞാൻ പറയട്ടെ, ചില ആളുകൾ, നമുക്കറിയാം, പല മതത്തിൻ്റെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതെന്തിനാണ് ചെയ്യുന്നത് പോലും അറിയത്തില്ല. രസകരമായിരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, ഈ മീൻ മേടിച്ചിട്ട് എന്തിനാണ് തലയും വാലും മുറിച്ച് കളയുന്നതെന്ന് ചോദിച്ചു. അപ്പം വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പം അമ്മ പറഞ്ഞു, നിന്റെ മുത്തശ്ശി അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശിയുടെ അമ്മ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ അമ്മയോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, എൻ്റെ പാൻ, മീൻ വറക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച പാൻ വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് അതിന് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തലയും വാലും മുറിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞു. നമുക്കറിയാം, തലയും വാലും അങ്ങനെ ഉപയോഗിക്കാൻ കഴിക്കുന്ന സാധനമല്ല നമുക്കറിയാം. എന്നാലും അതിനകത്ത് ചെറിയ കാര്യം കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അവരെ എന്തുകൊണ്ടിത് ചെയ്യുന്നു എന്ന് ചോദിക്കാതെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്ത് ശീലിച്ചു പോവുകയാണ്. അത് പ്രയോജനമുള്ള കാര്യമാണോ, വാസ്തവത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യമാണോ, ഇതൊന്നും അറിയത്തില്ല. എബ്രായർ എന്തൊരു വാക്യം വായിക്കുന്നത്, ഒരു നാളും പാപത്തെ പരിഹരിക്കാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മല കയറിയാൽ, പുണ്യനദികളിൽ മുങ്ങിയാൽ, സൽപ്രവർത്തികൾ ചെയ്താൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ മറ്റേതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്താൽ, ഇന്നയാളെ വിളിച്ച് പ്രാർത്ഥിച്ച ശേഷക്രിയകൾ നടത്തിയാലൊക്കെ ആത്മാവ് നിത്യതയിലേക്ക് പോകും, സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നും പിൻപറ്റുകയാണ്. ഇതിനകത്ത് സാങ്കത്യം എന്താണ്, ഇതിനകത്ത് യുക്തി എന്താണ്, ഇത് വിശ്വസിക്കേണ്ടതാണോ, ഇത് പിൻപറ്റേണ്ടതാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ സംയുക്തികമായി വളരെ യുക്തിസഹമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നൊരു കാര്യമുണ്ട്. ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷം ആത്മാവ് മരിക്കുന്നില്ല, ഒരിടത്തേക്ക് പോകുന്നുള്ള എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. വിശേഷപ്പെട്ട ക്രിയകളും പ്രാർത്ഥനകളും കർമ്മങ്ങളെല്ലാം നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എക്സ്പേർട്ടുകളുണ്ട്, അവരെ വിളിച്ചു വരുത്തി നമ്മൾ കാശ് മുടക്കി, പണം മുടക്കി നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഉറപ്പോടുകൂടി പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ പരേതൻ്റെ ആത്മാവ് നിത്യതയിലാണ്, സ്വർഗത്തിലാണ് എന്ന് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇവിടെ നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു സർവാധികാരിയായിരിക്കുന്ന കർത്താവ് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല, മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഒരു മെഴുകുതിരി കത്തിക്കാനായിട്ട് പോലും കഴിഞ്ഞില്ല, ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പോലും ഈ കള്ളന് കഴിഞ്ഞില്ല. കാരണം അടുത്ത സെക്കൻഡിൽ മരിക്കാനായിട്ട് പോവുകയാണ്. ആ മരിക്കാൻ പോകുന്ന, മരണത്തെ തൊട്ടടുത്ത നിമിഷത്തിൽ കാണുന്ന ആ കള്ളനോട് സർവാധികാരിയായ ജീവന്റെ നാഥനായ കർത്താവ് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗത്തിൽ പോകാൻ വേണ്ടി, മോക്ഷം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി ചെലവ് ചെയ്യുന്ന ആളാണോ? നിങ്ങൾ ഒത്തിരി തീർത്ഥാടനങ്ങൾ നടത്തിയ ആളാണോ? അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ യാതൊരു പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പോകാനായിട്ട് നമുക്ക് കഴിയില്ല കേട്ടോ. മനുഷ്യന് അസാധ്യമായിരിക്കുന്നൊരു കാര്യമാണ്. ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ആർക്ക് പോകാനായിട്ട് കഴിയും? കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം. മനുഷ്യർക്ക് അസാധ്യമായിരിക്കുന്ന സ്വർഗം പോലെ നിത്യത പോലെ മനുഷ്യർക്ക് ഒരിക്കലും അവൻ്റെ കാൽക്കുലേഷൻസ് കൊണ്ട്, അവൻ്റെ കണക്കുകൂട്ടൽ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ നമ്മളെ ആ
ഇടത്തേക്ക് പ്രവേശിക്കുവാൻ തടസ്സമായിട്ടിരിക്കുന്ന ആ പാപമെന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള യാഗമല്ലാതെ, അതിലുള്ള വിശ്വാസം വഴിയല്ലാതെ നമുക്കൊരിക്കലും സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയില്ല. അത് കൃപയാൽ സൗജന്യമായിട്ടാണ് ദൈവം നമുക്ക് നൽകുന്നത്. അത് നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയില്ല. വായു നമുക്ക് സൗജന്യമാണ്, അല്ലേ? വെള്ളം സൗജന്യമാണ്, മഞ്ഞും മഴയും എല്ലാം സൗജന്യമായിട്ടാണ് തരുന്നത്. അങ്ങനെ ഒരു ദൈവം രക്ഷയും നിത്യജീവനും നമുക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട്, അല്ലേ, മതത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ട്, പ്രാർത്ഥന കൊണ്ടൊന്നും ഒന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയില്ല. ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യണം. കർത്താവിനോട് ഈ അനുദപിച്ച കള്ളം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഞാനൊരു വലിയ പാപിയാണ്, നിനക്ക് മാത്രമേ എന്നെ പറുദീസയിൽ എത്തിക്കുവാൻ കഴിയുള്ളൂ, സ്വർഗത്തിൽ എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അനുദപിച്ച കള്ളൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, അവസാന നിമിഷത്തിലും നമുക്കൊരു സാധ്യതയും കൂടി ദൈവം വെച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമാണ്, ഇനി എനിക്കൊരു സാധ്യതയില്ല, ഇത് അവസാനത്തെ ചാൻസാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അപ്പോഴും ഒരവസരം കൂടി തരാനായിട്ട് ദൈവത്തിന് മനസ്സാണ്. രണ്ട്, ആത്മരക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മുടെ പ്രവൃത്തി അല്ല. മൂന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പാപങ്ങളെ മോചിച്ച്, നമ്മുടെ അകൃത്യങ്ങളെ പരിഹരിച്ച് നമ്മളെ നീതീകരിക്കുവാനായിട്ട് കഴിവുള്ള അധികാരമുള്ളവനാണ് ഈ കർത്താവ്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്നാൽ കള്ളനോട് പറഞ്ഞെങ്കിൽ അവൻ്റെ പാപങ്ങളെ മോചിച്ച് കിട്ടി അവൻ പറുദീസയ്ക്ക് സ്വർഗത്തിന് അവകാശിയായിട്ട് അവൻ തീർന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, രക്ഷ എന്ന് പറയുന്നത് അത് തികച്ചും വ്യക്തിപരമാണ്. കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യുന്ന പ്രാർത്ഥനകൾ, നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും കഴിക്കുന്ന കർമ്മങ്ങൾ, നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും മതത്തിൻ്റെ കർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നുമല്ല. ഈവൻ ഈ രക്ഷ പോലും വിശ്വാസത്താൽ വ്യക്തിപരമായിട്ട് അംഗീകരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എത്രയോ വാക്യങ്ങൾ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ എത്രയെത്ര വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അതുകൊണ്ട് ഈ നല്ലവനായ, ഈ സ്നേഹവാനായ, ഈ കരുണയോടെ നമ്മളോട് ഇടപെടുന്ന ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമുക്ക് ഒരു ചാൻസും കൂടി നൽകി നമ്മളെ സ്നേഹിച്ച് പറുദീസയ്ക്ക് അവകാശിയാക്കി തീർക്കുന്ന ഈ കർത്താവിനെ ഏകരക്ഷകനും നാഥനുമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നിത്യമായ ജീവിതവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഈ തീരുമാനം നിശ്ചയമായിട്ട്, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഈ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായിരിക്കുന്ന ഒരു വഴിത്തിരിവായിരിക്കും, അതിന് സംശയമില്ല.